ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ബോസ് കമ്പനിയുടെ ഒരു ഹെഡ്ഫോണാണ്. ഹെഡ്ഫോൺ എന്ന് ചുമ്മാ പറയാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഇൻപുട്ട് നമ്മൾ ആംപ്ലിഫയറിൽ നിന്ന് കൊടുത്തിട്ട് ആ ആംപ്ലിഫയറിൻ്റെ പവറിലാണ് നമ്മൾ സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല. ഇത് ഒരു 1.5 വോൾട്ട് ബാറ്ററിയിൽ, ഒറ്റ ബാറ്ററിയിലാണ് ഈ ഹെഡ്ഫോൺ വർക്ക് ചെയ്യുന്നത്. ഇത് 2 സൈഡിലും ഇതിന് പ്രത്യേക ആംപ്ലിഫയറുകളുണ്ട്. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിസ്സാരമായ ആംപ്ലിഫയർ ഒന്നുമല്ല. ഭയങ്കര ഫിൽറ്ററിങ് ഒക്കെ ഇട്ട് കോയിലുകളും അതും ഇതുമൊക്കെ ആയിട്ട് ഭയങ്കര ടെക്നോളജി ആണെന്ന് എനിക്കിത് മനസ്സിലായതും ഞാൻ ഓർക്കുകയും ചെയ്തു. ഒരു സാധാരണ ഹെഡ്ഫോണിന് എന്തിനാണ് ഇതിന് മാത്രം സർക്യൂട്ട് ബോർഡും കാര്യങ്ങളൊക്കെ എന്തിനാണെന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഈ സാധനം അവസാനം ഞാൻ റിപ്പയർ ചെയ്തെടുത്തതിന് ശേഷം അതിലൊരു പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇന്ന് വരെ എൻ്റെ ഈ ജീവിതത്തിൽ ഇത്രയും ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്ട്രുമെൻറ്റും പ്രത്യേകം തിരിച്ചറിയാവുന്ന, തബലയ്ക്ക് തബലയും ചെണ്ടയ്ക്ക് ചെണ്ടയും ഹാർമോണിയത്തിന് ഹാർമോണിയം വയലിനെയും സെപ്പറേറ്റ് ചെയ്ത് ഡീറ്റെയിലായിട്ട് തിരിച്ചറിയാവുന്ന ഒരു ഹെഡ്ഫോൺ. സോണിയുടെ ഹെഡ്ഫോൺ പോലും ഞാൻ, ഭയങ്കര വിലയുള്ള സോണിയുടെ ഹെഡ്ഫോണൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഹെഡ്ഫോൺ പോലും ഞാൻ ഈ ക്ലാരിറ്റിയിൽ കണ്ടിട്ടില്ല. അസാധ്യ ക്ലാരിറ്റി. നമുക്ക് അത് കേട്ടാലേ മനസ്സിലാവുള്ളൂ. ചിന്തിക്കാൻ പറ്റാത്ത ക്ലാരിറ്റിയാണ് ബോസ് എന്ന് പറഞ്ഞ കമ്പനി. ലോകത്തിലെ നമ്പർ 1 ഓഡിയോ കമ്പനിയാണ് ബോസ്. അവരുടെ ഹോം തിയേറ്റർ ആണെങ്കിലും എല്ലാത്തിനും നല്ല ക്വാളിറ്റിയാണ്, നല്ല വിലയുമാണ്. അപ്പം ക്വാളിറ്റി അനുസരിച്ചുള്ള വിലയുള്ള നമ്പർ 1 ഒരു ബ്രാൻഡാണ് ബോസ്. അതിൻ്റെ ഒരു ഹെഡ്ഫോണാണിത്. ഒത്തിരി വർഷം പഴക്കമുള്ള ഹെഡ്ഫോൺ ആണെങ്കിലും അതിൻ്റെ ആ സർക്യൂട്ടിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് എടുത്തു ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരുന്ന് കാണുക. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. കാരണം ഇതിലും വെല്ലുന്ന ഒരു ഹെഡ്ഫോൺ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും കമ്പനികളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ബോസാണ്. ബോസിൻ്റെ ഒരു പവറും ഒരു ക്വാളിറ്റിയും ഒരു ക്ലാരിറ്റിയും വിശേഷിപ്പിക്കാൻ പറ്റാത്ത അത്ര അടിപൊളിയാണ്. അത്ര അടിപൊളിയെന്ന് വീണ്ടും ഞാൻ പറയാൻ കാര്യം, ഞാൻ ഇന്ന് വരെ എൻ്റെ ഈ 55 വയസ്സിൻ്റെ ആയുസ്സിൽ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ, ചെവിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഓഡിയോ ഞാൻ കേട്ടിട്ടില്ല. അത് സത്യമാണ്, റിയലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർവീസിലേക്ക് കിടക്കാം. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്നാണെങ്കിലും ഇത്രയും കാലപ്പഴക്കമുള്ള ഈ സ്പെഷ്യൽ സാധനം ഞങ്ങൾ നന്നാക്കുകയാണ്. നന്നാക്കി കഴിഞ്ഞു. എങ്ങനെയാണ് നന്നാക്കുന്നത് എന്നുള്ള വീഡിയോ കാണുക.
ഓട്ടം വല്ലതും കാണിക്കുന്നതാണോ ബാറ്ററിയുടെ? വല്ലതും ഉണ്ടോ? മീറ്റർ 1.5 വോൾട്ട് കാണിക്കുന്നതാണോ നോക്കണം. ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ക്ലാവ് പിടിച്ച് കിട്ടതാണ്. ഇത് ഊരിയെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ വെച്ച് തന്നെ സോൾഡർ ചെയ്ത് എടുക്കണം. ബോസിൻ്റെ ഒരു ഹെഡ്ഫോൺ സെറ്റാണല്ലേ ബോസ്. അത് അടിപൊളി സെറ്റപ്പാണ്. ആ വയറ് ദ്രവിച്ച് വിട്ടുപോയതല്ലേ? പഴക്കം കൊണ്ട്. അവരുടെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു ചെറിയ നമുക്കൊരു കത്തിയോ അന്നേരം അവിടെ ഇടത്തില്ലോ. അത് അവരതിൽ ഇട്ട് വെച്ചിരിക്കുവാണ്. ലോക്കൽ കാത്തൊന്ന് ഊരി എടുക്കണം. ഇതാണ് വിശക്കാൻ തുടങ്ങുമ്പോൾ പറഞ്ഞോണേ. വയറ് നമുക്ക് ഇതുകൂട്ട് നൈസ് വയർ എടുത്തിട്ടേ ഫുള്ളായിട്ടിടാം. അത് ഇച്ചിരി കണക്ക് കൂടുതലാണ്. ഇതേത് വയറാണെന്നറിയാനാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൽ ബ്ലാക്കാണ് എന്നാണേലും ഇവിടെ വീഡിയോ പിടുത്തം നിർത്തിയിട്ട് ഇതിലൊന്ന് പിടിച്ചു തന്നാൽ മതി. നല്ല പൊളിയുണ്ട്. ഇത് ചെവി വെക്കുമ്പോൾ ഭയങ്കര പൊളിയാണ്. ഇയർഫോണല്ലേ, നല്ല പൊളിയാണ്. ഓക്കെ, അപ്പോൾ അതിനിപ്പോൾ ഇട്ടിട്ട് വരാം. എന്നിട്ട് ബാക്കി ചെയ്യാം. എല്ലാം അതിന് സെറ്റ് ചെയ്താൽ മതി. ഇത് ഈ ബോക്സിനകത്ത് വരണം ഈ വയറ്. അപ്പോൾ ഒരു വയർ അവിടുത്തേത് എടുത്തത് അതിനകത്തോട്ട് വരുത്താനുള്ള ഹോളാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഒരു വയറ് കുത്തിയാൽ അപ്പുറം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു ചെറിയ തുള അവിടെ ഉള്ളൂ. തുളയൊന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ നോക്കുന്നത്. വലിച്ച് ചാടിക്കയറി ഊരുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ തുള എവിടെയാണെന്ന് നോക്കണം. അതിലാണോ നോക്കട്ടെ. തുള ഒരു കുഞ്ഞ് വയറ് കിടക്കാനുള്ള തുളയേ ഉള്ളൂ. അവിടെ ഒരു പശ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് അടച്ച വയറൊന്നും പറയാതിരിക്കാനേ. അപ്പം അത് ഏത് ലൈനാണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ശീലകളൊക്കെ വെക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ പഴക്കം കൊണ്ട് ഇതിൻ്റെ സംഗതികളൊക്കെ സംഗതികളൊക്കെ പശയെല്ലാം വിട്ടു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, സാധനം നല്ല ഗുഡ് വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ വെട്ട് നോക്കി ഇടുകയാണ്. ഇപ്പം ഇവിടെ ഒരു വെട്ടുണ്ട്. ആ വെട്ട് നോക്കി അതിട്ട് കഴിഞ്ഞാൽ ഇതായി. പിന്നെ ഇതിൻ്റെ പുറത്തുള്ള അതും പശ പോയതാണ്. ഒരു പശ ഇട്ട് വെച്ചാൽ സംഗതി അവിടെ ഇരുന്നോളും. ഇതിലോട്ട് ഒട്ടിക്കണം, അതാണ് അതിൻ്റെ ഒരു കുഴപ്പം.
ഇതിപ്പോൾ എൻ്റെ ഊരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതും ഇതിൻ്റെ പുറകുവശത്തെ സ്ക്രൂ ആദ്യം ഇട്ടേക്കാം, എന്നിട്ട് അകത്തെ ഒട്ടിയിലും കാര്യങ്ങളൊക്കെ നടത്താം. അതിൻ്റെ ബാക്ക് ഇതാണ്. ഇതൊരു സ്പീക്കർ ഓൺ ഓഫുള്ള സാധനമാണത്. ഇതിപ്പോൾ നമ്മൾ മാറ്റി ഓൺ ഓഫുള്ള കവർ ഇതാ. ഇത് കണ്ട, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഓൺ ഓഫിനുള്ള. ആ സ്വിച്ച് നോക്കി നമ്മളിവിടെ വെക്കണം. അപ്പോൾ ഒരു നോബ് കൂടെ നമുക്ക് കാണും. അതേലെ പോയി നോബ്? ഇപ്പോൾ നോബ് ഇവിടെ ഇല്ലല്ലോ. ഒരു നോബ് കാണണമല്ലോ, അതോടെ പോയി. മുമ്പേ നോബ് വെച്ചിട്ട് പോയതാണല്ലോ. നിർത്താം. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ വരുന്ന സാധനം ഇത് വരണം, കാരണം ഇവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ട് അത് വരണം. ഓക്കെ, ഞാൻ സ്കൂടാം. ആ ഫോണിങ്ങെടുത്ത് ആരാൻ നോക്കാം. ബോസിൻ്റെ ഈ ഹെഡ്ഫോണിൻ്റെ പണി കഴിഞ്ഞു. എൻ്റെ തുണി, അതിൻ്റെ പശകളൊക്കെ ഒത്തിരി വർഷം പഴയതാണ്. അന്നത്തെ ഇവരുടെ ഒരു ടെക്നോളജി സമ്മതിച്ചു കൊടുക്കണ്ടേ. 1.5 വോൾട്ട് ബാറ്ററിയിൽ ഇതെല്ലാം പശയെല്ലാം ഇട്ട്, എന്നാലും ഞാനൊരു പശയൊക്കെ ഒട്ടിച്ചെടുക്കുവാണ്. പശയെല്ലാം പോയി, ഒട്ടിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. സ്പോഞ്ചിനൊന്നും ഇതുവരെ ഒരു കുഴപ്പം വന്നില്ല. അതിൻ്റെ ആ പശ ഇച്ചിരി കുറഞ്ഞതേ ഉള്ളൂ. പുറത്തെ പിടിപ്പിക്കുന്ന ഇതിലേക്ക് ഇപ്പം ഞാനിപ്പോൾ പശയിട്ടു. പിന്നെ ഇതിൻ്റെ ഇത് കണ്ടോണം, ഇത് കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ നമുക്കൊരു ഹെവി ബോണ്ട് ആണ് പോലത്തെ പശയാണ് ഇത് കിടന്നെന്ന് തോന്നുന്നു. നമുക്കിവിടെ അവൈലബിളായിട്ട് ഇതല്ലേ ഉള്ളൂ. അതുപോലത്തെ ഒരു പശ ഇവിടെ തേച്ചിട്ടുണ്ട്. ചിലപ്പോൾ മെറ്റീരിയലിൽ തന്നെ ഉണ്ടായിരുന്ന പശയായിരിക്കും. എനിവേ, ഇത് പൊങ്ങിപ്പോകാതിരിക്കാനുള്ള സൗണ്ട് പ്രാഥമികമായ പരിപാടി ഞാൻ ചെയ്യുവാണ്. അപ്പോൾ ഇതുണ്ട്, ഇങ്ങനെ തന്നെയാണ് ഇരുന്ന്. അവിടെ പശ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വെട്ടുണ്ട്. ഇവിടെ ആ വെട്ടിന് ചേർത്ത് ഇങ്ങനെയാണ് ഇത് വെച്ചിരുന്നത്. ഇതെല്ലാം ഒട്ടിച്ച് ഇങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ടിൻ്റെ പരിപാടി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു പീസാണ്. ഈ പീസ് ഇതുണ്ട്, ഇതേലോട്ടിങ്ങനെ ഒട്ടിയിലായിരുന്നു, അതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഞാൻ കയറ്റിയിടാം. ഇതിൽ ഒരു വെട്ടുണ്ട്, ഇതുണ്ട്. ഈ വെട്ടുകൾ നോക്കി കയറ്റിയിടാം. ഭയങ്കര വിലയുള്ള സാധനം. ഈ ബോസ് എന്ന് പറഞ്ഞാൽ ഓഡിയോയിൽ പ്രീമിയം ബ്രാൻഡാണ്. അതുകൊണ്ട് ആ പശയിലൊന്നും നിൽക്കുന്നില്ല. നമുക്കിതും കൂടെ വെച്ചിട്ട് ഒട്ടിക്കാം. അല്ല, വേറൊരു പശയുണ്ട്, അതൊരു ഇച്ചിരി കടന്ന പശയാണ്. ഇതിപ്പോൾ അതിൻ്റെ ലോക്ക്. എന്നാൽ ഇവിടെ ഉണ്ടോ? ഇവിടെയും കണ്ടില്ല. അവിടെ ഞാൻ മുമ്പേ തെളിച്ചതാണല്ലോ. എൻ്റെ മേശപ്പുറത്തിരിപ്പാണ്. അതെയോ? എൻ്റെ മേശപ്പുറത്തില്ലേ? ഇതന്നെയാണ് ഒരു ഒട്ടി. ഇതങ്ങനെ പിടിക്കുകയല്ല. ഇത് അതുപോലെ സ്പോഞ്ച് ആയതുകൊണ്ടേ പിടിക്കാൻ ഇച്ചിരി പാടാ. അതാറേ അത് ഒന്നുകൂടെ ഞാൻ പശ തേച്ച് വെക്കുവാണ്. ഈ സൈഡ് വെച്ചു. ഇനി ഇതും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞ് ചില നേരം കഴിഞ്ഞ്, പിന്നെ വർക്കിംഗ് ആണ്. ഇപ്പോൾ വർക്കിംഗ് നമ്മൾ ചെക്ക് ചെയ്തതാണ്. എന്നാൽ പശ ഒന്ന് ഒട്ടാൻ വേണ്ടി വെക്കണം. ആ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ലിമോറിൻ്റെ മൈക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവനെ നമുക്കൊന്ന് നോക്കണം. ഇതൊക്കെ ഓരോ പ്രായമുള്ള ഒരു ചേട്ടൻ്റെ ആണ്. ആ ഒരു നൊസ്റ്റാൾജിയായിക്ക് തന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാണേലും കുഴപ്പമില്ല, പശ പൊട്ടിയാൽ മതി. ഒന്ന് സ്പോഞ്ചിൻ്റെയൊക്കെ ഇത് ഇത്രേ ഉള്ളൂ. സാധനം ഓണാകുന്നുണ്ട്. ഇത് കണ്ട പച്ച ലൈറ്റ് കത്തി. ഇത് ഓണായാലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പാട്ട് വെച്ച് കഴിഞ്ഞാൽ
പാട്ടാവും. പാട്ട് വെക്കാനായിട്ട് ഇതിൽ അതിനു മുമ്പ് ഒരു സാധനം കൂടെ ഇവിടെ സ്ക്രൂ ചെയ്യാനുണ്ട്. ഇതാണ്ട് ഇവിടെ അതൊരു ചെറിയ പണി വെട്ടി. അത് കഴിഞ്ഞ് വേണമായിരുന്നു ഇത് ഒട്ടിക്കാൻ. ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് ആ സ്ക്രൂ ഇടണം. ഓക്കേ, സാരമില്ല, മനുഷ്യരല്ലേ, ചെറിയ അബദ്ധമൊക്കെ പറ്റാം. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഒട്ടിക്കോട്ടെ. ഇതെങ്ങനെ പെട്ടെന്ന് ഒട്ടുന്ന പശയൊന്നും അല്ല ബോസ്. എഴുത്ത് കറക്റ്റല്ലേ ബോസ്? ബോസ്. ഓക്കെ, നാല് സ്ക്രൂ ഉണ്ട് അതിന്. 4 സ്ക്രൂവിൽ 2 സ്ക്രൂ ഒക്കെ മതി. ഒന്നിനി വേണ്ട, ഇതിൻ്റെ ഒറിജിനൽ തന്നെ റെഡിയായി. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. ഇത് കുറേ വർഷം പഴക്കമുള്ളതാണ്, എന്നിട്ട് വരെ ഇത് നല്ല വർക്കിംഗ്, അതിന് ഒരു കുഴപ്പമില്ല. നല്ല സൂപ്പർ സാധനം. ഇത് S121501 എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ 2015 എന്താണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് അറിയത്തില്ല. ഒരു നമ്പറൊക്കെ അതിനകത്ത് അങ്ങനെ ഞാൻ കണ്ടു. 2015, ഇപ്പോൾ 25 10 വർഷം പഴയതാണെന്ന് തോന്നുന്നു. ഞാൻ 2 ഇടുന്നത് ഇതേല, ഈ ചെറിയ പീസ് വെക്കണം. അത് മുറുക്കുന്നതിന് തന്നെ കയറ്റി വെക്കണമായിരുന്നു. ഓക്കെ, ഓക്കെ, ഇത് കിട്ടും. ഇത് ഒരു തോളം നേരെ പിടിച്ച് ഇത് കൂട്ടുകാർ പോയി ചുരണ്ടിയിട്ട് ഉരച്ചു വാ. മാനിട്ട് പോയിട്ടാണ്. മാനിട്ട് ഉരച്ചിട്ടോ കൂട്ടി കേട്ടോ. ഇത് പിടിച്ചു അല്ലേ? ഇത് പിടിച്ചു. അപ്പോൾ അതും സ്ക്രൂ എല്ലാം ചെയ്തു. ഇതും സ്ക്രൂ മുറുക്കി, ഇതും സ്ക്രൂ മുറുക്കി, ഇതും സ്ക്രൂ മുറുക്കി. അപ്പോൾ ഒരിടത്തോട്ടും പോരിയില്ല. ഇനി വേണം നമ്മൾ അവനെ ഒട്ടിക്കാൻ. പശ ഇതുണ്ട്. ഈ പശ ആയതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള പ്രശ്നമില്ല. ഇത് ഇച്ചിരി നേരം എടുത്ത് ഒട്ടുള്ളൂ. അതുകൊണ്ട് പൊട്ടിപ്പോകും, പിന്നെ പൊളിക്കാനൊന്നും വേണ്ടി വരില്ല. ഇനിയിപ്പം ബോൺ ഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റബ്ബറൈസ്ഡ് പശയാണ്. ഇതാകുമ്പോൾ ഒരു റബ്ബർ പോലെ ഇരുന്നോളും. ഇനിയിപ്പോൾ നാളെ വലിച്ച് പറിക്കണേലും ഈസിയായിട്ട് പറിക്കാൻ പറ്റും. മറ്റേ പോലത്തെ പശയല്ല. ഒട്ടാൻ ഇച്ചിരി താമസമാണെന്നുള്ളൂ. ഒട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇവരിതുപോലെ ഏതോ റബ്ബറൈസ്ഡ് പശയാണ് ഉപയോഗിച്ചിരുന്ന് തോന്നുന്നു. നമ്മൾ വെക്കുവാണ് ഇതിനെ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞു. ഒട്ടിയാൽ മതി. ഒട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റും. പാടുന്നുണ്ടോയെന്ന് വേണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വെച്ചേക്കാം. ഇത് കുത്തുന്ന സ്ഥലം ഇവിടെ ഒരു തുള കാണും. അതല്ല തുള. ബോസ് ബോസ് ഫോണിഞ്ഞെടുത്തേ. പ്ലേ ചെയ്യുന്നു ഉണ്ടോ? അതൊന്ന് പ്ലേ ചെയ്തേ.
രണ്ടുപേരെയും കൂടെ ഞെക്കി 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 ഒട്ടിക്കാം. ഓണാകട്ടെ, പ്ലേ ഇട്ടോ, പ്ലേ. ആ അടിപൊളി ക്ലാരിറ്റി ബോസ്, അടിപൊളി ക്ലാരിറ്റി. ആ എന്നാ എന്നാ ക്ലാരിറ്റിയാ. ഒരു 50,000 രൂപയുടെ സെറ്റാ കേൾക്കുന്ന ക്ലാരിറ്റിയാ. ഇതൊരു അസാധ്യ സാധനം കേട്ടോ. അയ്യോ, ഇതൊന്ന് കേട്ട് നോക്കി ജെൻസി, നീ ഒന്ന് ചെവി വെച്ച് നോക്കി, കേൾക്കേണ്ട സൗണ്ടാ. വേണ്ട, അടിപൊളി. ഇതാണ് ബോസ്. ചുമ്മാ കാശ് കൊടുക്കുന്നതല്ല, ആ കാശ് കൊടുത്തതിനുള്ള ക്വാളിറ്റി ഉണ്ട്. സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇനി ഇങ്ങനെ വെച്ച് അടച്ചേക്കാം. പണി തീർന്ന് സാറിനെ വിളിച്ച് പറഞ്ഞേക്കാം, പൊട്ടിയാൽ മതിയല്ലോ, മാറ്റിക്കും.